Good morning. Welcome to my YouTube channel. So, ഇപ്പോൾ സമയം 4:45 കഴിഞ്ഞു. എന്താണ് ഈ വീഡിയോ, എന്തിനാണ് ഈ വീഡിയോ എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ലോങ് ഫോം വീഡിയോ എടുക്കണം. പക്ഷേ ഞാൻ വിചാരിക്കും ഓക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒക്കേഷനൊക്കെ വരുമ്പോൾ എടുക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ നീട്ടി വെച്ച് ഞാൻ ഇന്നലെ റിയലൈസ് ചെയ്തു 2025 6 മാസം ഞാനിങ്ങനെ നീട്ടി തള്ളിയാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ല, നമ്മൾ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻ സ്പെഷ്യലാക്കി തീർക്കുക ഇങ്ങനെ. അപ്പോൾ ഇന്ന് വെറുതെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു സൺഡേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സമയം 4:45. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്. ഒരിക്കലുമല്ല. പക്ഷേ ഇന്നലെ ഞാനും എൻ്റെ റൂംമേറ്റും അവളുടെ ബ്രദറും ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ മുന്നൊരു പ്ലാൻ ഇട്ടു, ഇവിടെ ബീച്ചിൽ പോകാമെന്ന്. ഇന്ന് രാവിലെ ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് രാവിലെ പള്ളിയിൽ പോകാമെന്ന് പ്ലാൻ ഇട്ടു. അപ്പോൾ ഇതോട്ട് ഓക്കെ, അതൊരു വ്ളോഗ് പോലെ എടുത്തേക്കാം. നിങ്ങളെ ഞാൻ ഇവിടെ ബെസന്റ് നഗർ ബീച്ചിൽ നമ്മുടെ ദാസിൻ്റെയും വിജയൻ്റെയും ബീച്ച് ഗൈസ് അവിടെ കൊണ്ടുപോകാം. എന്നിട്ട് നിങ്ങളെ എൻ്റെ കൂടെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകാം. എന്നാൽ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം കണ്ണ് തുറന്നപ്പോഴേ നമ്മളൊന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇന്നലെ എൻ്റെ തല കഴുകിയായിരുന്നു. അപ്പോൾ ആ ചുരുണ്ട മുടി ഇത് ചെയ്യാൻ വേണ്ടി, സേവ് ചെയ്യാൻ വേണ്ടി സാറ്റനിൽ കെട്ടിക്കിടന്ന വളരെ ചുരുക്കം റെയർ സമയങ്ങളിൽ മാത്രമേ ഇതിങ്ങനെ എൻ്റെ തലയിൽ കാണാറുള്ളൂ ഞാൻ എഴുന്നേൽക്കുമ്പോൾ. അല്ലെങ്കിൽ അത് ഇവിടെ അഴിഞ്ഞ് താഴെ വല്ലതും കിടപ്പുണ്ടായിരിക്കും. പക്ഷേ അപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വരാം. അപ്പോൾ once again ഗുഡ് മോർണിംഗ്. സോ അങ്ങനെ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. മറ്റേ സാധനം സാറ്റിൻ ക്ലോത്ത് കെട്ടി കിടക്കണമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബീച്ചിൽ പോകുന്നതുകൊണ്ട് മുടി ഞാൻ കെട്ടണോ അഴിച്ചിടണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:20. നമ്മൾ 5:30 ആകുമ്പോഴത്തേനേലും ഇവിടെ നിന്ന് ഇറങ്ങണം. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങാം. പിന്നെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഓട്ടോ പിടിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണിപ്പോൾ അവസ്ഥ പുറത്ത്. ഇത് നമ്മൾ സൺറൈസ് കാണാനാണ് പോണത്. പക്ഷെ നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവുമെന്ന്. പള്ളിയിൽ ആദ്യത്തെ കുർബാന ഞങ്ങൾ ഓൺലൈൻ നോക്കിയപ്പോൾ 6 മണിക്കാണ്. അപ്പം നമ്മളൊരു 5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, 5:45 ആകുമ്പോൾ അവിടെ എത്തുന്നു, സൺറൈസ് കാണുന്നു, 6 മണിക്ക് പള്ളിയിൽ കയറുന്നു. ഇതാണ് ഇപ്പോഴത്തെ അജണ്ട ആൻഡ് പ്ലാൻ. അപ്പോൾ എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ പോയി നോക്കാം, അതാണല്ലോ ദി ഹോൾ പോയിന്റ്. സോ അങ്ങനെ ഞാൻ മുടി കെട്ടി റെഡിയായി. ഫാഷന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ കുറച്ച് മുടി പറിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ മുടി ഞാൻ പുറകിൽ കാണിച്ചു തരാവേ. എത്രത്തോളം കാണാമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ രാവിലെ എഴുന്നേറ്റ്. അപ്പോൾ നമ്മൾ ഓട്ടോ നോക്കിയപ്പോൾ ഇവിടുന്ന് 300 രൂപ, ക്യാബ് നോക്കിയപ്പോൾ ഇവിടുന്ന് 295 രൂപ. അപ്പോൾ പിന്നെ എന്നാൽ ക്യാബിൽ വിസ്തരിച്ച് പോകാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് പ്രകാശം വരുന്നുണ്ടോ എന്നൊരു സംശയം. നമുക്ക് സൂര്യൻ ഉദിക്കണ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാലും നല്ല കാറ്റ്, നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ ബീച്ചിൽ അതിലും നല്ല അടിപൊളിയായിരിക്കും. ആൾക്കാരൊക്കെ ജോഗിങ്ങിന് പോകുന്നു ഗൈസ്. പോവണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ ക്യാബ് വന്ന് നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഊബർ വിളിച്ച് കൃത്യസമയത്ത് തന്നെ ക്യാബ് വന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച സമയത്ത് അല്ലെങ്കിൽ വിചാരിച്ച വഴിയിലൂടെ ഒന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം മെട്രോ പണി നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പോകേണ്ട റൂട്ടുകളെല്ലാം കുറേ സ്ഥലങ്ങളിലെല്ലാം ഈ മെട്രോ ഇത് കാരണം ആ റോഡെല്ലാം ബ്ലോക്കായിട്ട് പിന്നെ ആ ചേട്ടൻ വേറെ ഏതൊക്കെയോ വഴിയിലൂടെ കൊണ്ടുപോയി. പിന്നെ കുറേ റോഡുകൾ ട്രാഫിക്കിൽ പെട്ട് നമ്മൾ കുറച്ച് നേരം കിടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 15 മിനിറ്റിൽ നമ്മൾ ബീച്ചിലെത്തും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് എത്തിയപ്പം ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ ആയി. എന്നിട്ട് ആ ബീച്ചിൻ്റെ അവിടെയും നമ്മൾ എത്താനായിട്ട് കുറേ നേരം എടുക്കേണ്ടി വന്നു. കാരണം കുറേ തിരക്കുണ്ടായിരുന്നു. ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കണം.
അപ്പോൾ അങ്ങനെ കുറേ നേരം എടുത്തത് കൊണ്ട് നമുക്ക് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം ഈ ഫോണിൽ കാണുന്ന അത്രയും വെട്ടമൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പം തോന്നും ദൈവമേ ഇപ്പോൾ ഒരു സമയം 9 മണി 10 മണി ആയ ഒരു ഫീലായി വീഡിയോയിൽ കാണുന്നത്. പക്ഷെ അത്രയൊന്നും ആയിട്ടില്ലായിരുന്നു, ഇത്രയും പ്രകാശവും ഇല്ലായിരുന്നു. അപ്പോൾ എനിവേയ്സ് നമ്മൾ ബീച്ചിൽ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ഒരു തീരുമാനം എടുത്തിട്ട് പുറകോട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് നമ്മൾ പോവുക ചെയ്തത്. ഈ ബീച്ച് നമ്മൾ വന്ന സമയം മുതൽ നമ്മൾ അത്യാവശ്യം നമുക്ക് ചെന്നൈയിൽ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ എഡ്വേർഡ് എലിയോട്ട് ബീച്ച് എന്ന് പറയും. ഇത് ബെസന്റ് നഗർ എന്നാണ് മെയിനായിട്ട് പറയണത്. എഡ്വേർഡ് എലിയോട്ട് എന്ന് പറയുന്നത് ഒരു സായിപ്പിൻ്റെ പേരിൻ്റെ ഇതിൽ അവർ നെയിം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. നമുക്കിവിടെ ഏറ്റവും അടുത്തുള്ള ബീച്ചും ഇത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്തായാലും പോകാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ കുറേ ട്രാഫിക്കൊക്കെ കടന്ന് നമ്മൾ ബീച്ചിൻ്റെ സൈഡിലെത്തിയ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് കാണാം ഞങ്ങൾ എഡ്വേർഡ് എലിയട്ട് ബീച്ചിൻ്റെ അവിടെ എത്തി. പക്ഷേ അവിടെയും ട്രാഫിക്ക് വന്നിട്ട് ഈ വണ്ടിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റണില്ല. പിന്നെ ഇനിയും നമ്മളിങ്ങനെ കാറിനകത്ത് ഇരുന്ന് പോയാൽ സൂര്യനൊക്കെ ഉദിച്ച് പള്ളിയിലെ കുർബാനയും കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞ് ഈ ട്രാഫിക്ക് പെട്ട് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മേളിലോട്ട് നീങ്ങുമെന്ന് തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം, നടന്നാണേലും പൊക്കോളാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് പേയ്മെൻ്റ് എല്ലാം നടത്തി നമ്മൾ നടന്ന് ബീച്ച് വരെ ചെന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഫൈനലി നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ രാവിലെ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മളൊരു ഇത് ചെയ്തിട്ട് നമ്മൾ എത്തിയല്ലോ. അപ്പോൾ സൺറൈസ് കാണാൻ പറ്റില്ലെങ്കിലും നമ്മളത് വി റീച്ച്ഡ് ഓൺ ടൈം, ദാറ്റ് ഈസ് ദ പോയിൻറ്റ്. എന്നിട്ട് ഞങ്ങൾ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഞങ്ങൾ നടന്നു പോകുന്ന കാഴ്ചയാണ്. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, മണലിനാണെങ്കിലും നല്ല തണുപ്പായിരുന്നു. നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു വെതറുമായിരുന്നു. അപ്പോൾ കുറേ ഇപ്പോൾ കാണാം വീഡിയോയിൽ കാണുന്ന പോലെ കുറേ പ്രാവുകളുണ്ട്. ഇതൊക്കെ അപ്പുറത്തെ സൈഡായിരുന്നു. അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ നടക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തിരക്ക്. എന്നിട്ട് ഞങ്ങൾ നടന്ന് ഈ തിരമാലയുടെയൊക്കെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇരിക്കാനേ സ്ഥലമില്ല, അതുപോലെ ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പുള്ളിടത്തൊക്കെ കുറേ ഈ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ പട്ടികളൊക്കെ കിടക്കുന്നത് കാണാം. കാരണം മണലിൽ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അവർക്കും ഇങ്ങനെ നല്ല സുഖത്തിൽ അവരും കിടന്നുറക്കം. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കെന്നാൽ പള്ളിയിൽ പോവാം, അത് കഴിഞ്ഞ് തിരിച്ച് വരാം, അല്ലെങ്കിൽ കുർബാന തുടങ്ങിയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരൂടെ അതിനടുത്തുള്ള ഒരു പള്ളിയിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഓൺലൈനിലാണ് കുർബാന നോക്കിയപ്പോൾ 6 മണിക്ക് കുർബാന തുടങ്ങും എന്നാ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 6:25 ആയി. അപ്പോൾ അകത്തുനിന്ന് എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ദൈവമേ ഇവിടെയും തുടങ്ങിയോ, ഇവിടെയും ലേറ്റ് ആയോ എന്ന് കരുതിയാൽ ചെന്ന്. പക്ഷേ കുർബാന 6:30 അപ്പോൾ കറക്റ്റ് നമ്മൾ ചെന്നപ്പോൾ കുർബാന തുടങ്ങണ പോലായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്, നല്ല രസമാണ് ഈ പള്ളി കാണാനായിട്ട്. അതിൻ്റെ ഈ അകത്തെ വർക്കും കാര്യങ്ങളെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണ്ടാത്തത് കൊണ്ട് ഞാൻ ഈ ഒരൊറ്റ ഷോട്ട് മാത്രമേ പള്ളിക്കകത്ത് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചേർച്ചാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എഡ്വേർഡ് എലിയട്ട് ബീച്ചിൽ പോകുന്നുണ്ട്, ബെസന്റ് നഗറിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പള്ളിയിലൊന്ന് പോകണം. അപ്പം ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ഞാൻ എന്തായാലും ദാസൻ്റെയും വിജൻ്റെയും ബീച്ചിൽ കൊണ്ടുപോകാമെന്ന്. അപ്പം ദാസൻ്റെയും വിജൻ്റെയും ബീച്ച് ആവണം തന്നെ നമ്മുടെ ആ മെമ്മോറിയൽ, ആ സാധനം, ആ സാധനം എന്താ ഞാനത് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അത് കാണിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പള്ളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങ് വരെ വന്നു. ഇവിടെ വന്നപ്പോഴും ഇതിൻ്റെ തണലിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. അതാ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം, കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ വീഡിയോ എല്ലാം എടുത്ത് ഇതിൻ്റെ ഈ മെമ്മോറിയലിൻ്റെ പിന്നിലത്തെ കഥയും കാര്യങ്ങളെല്ലാമാണ് അവിടെ ബോർഡിൽ എഴുതി വെച്ചേക്കണേ. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഒരു ഡച്ച് പുള്ളി ഉണ്ടായിരുന്നു, സെയിലർ പോലത്തെ ഒരു പുള്ളി. ആ പുള്ളി ഇവിടെ ഒരു വട്ടം വന്നപ്പം ഒരു പെൺകുട്ടി ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് മുങ്ങി ബുദ്ധിമുട്ടുന്ന കണ്ടു. അപ്പോൾ പുള്ളി ആ കൊച്ചിനെ രക്ഷിക്കാനായിട്ട് പോയപ്പം പുള്ളി കൊച്ചിനെ രക്ഷിച്ചു, പക്ഷെ പുള്ളി അതിന് പകരം പുള്ളിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയോടുള്ള ആ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു മെമ്മോറിയൽ അവിടെ ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നോക്കി കണ്ടു, ആ സൂം ചെയ്ത് വെച്ചേക്കണായിരുന്നു ഞങ്ങൾ പോയ പള്ളി. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിര കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് നടന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു അപ്പോഴത്തേനും. അത്യാവശ്യം ആൾക്കാരും കുറഞ്ഞു, പക്ഷെ നമുക്ക് ഇരിക്കാൻ തോന്നത്തില്ല, അതുപോലെ വെയിലായിരുന്നു. നന്നായിട്ട് മുഖത്തോട്ടൊക്കെ വെയിലടിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ എന്താ പറയുക,
എക്സസൈസ് ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, വോളിബോൾ കളിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കുറേ, ഒരു ഗ്രൂപ്പ് ഓഫ് ചേട്ടന്മാർ. അങ്ങനെ ഒത്തിരി ബാച്ച് ഓഫ് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. കാരണം പിന്നെയും ട്രാവൽ ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേനും ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് കാറ്റും കൊണ്ട് തിരയൊക്കെ കണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് കണ്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചും കണ്ടു, പള്ളിയിൽ കുർബാനയും കൊണ്ട് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പം ക്രിസ്റ്റോയും റോസും ഇവർ 2 പേരുമായിരുന്നു നമ്മളുടെ കൂടെ ഇന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ നമുക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങനെ കുതിരസവാരിയും ഒക്കെ പോസിബിൾ ആയിട്ടുണ്ട്. അതിനുമുള്ള ആൾക്കാരും ഇങ്ങനെ ഇത് മാത്രമല്ല, ഞാൻ ഏകദേശം ഒരു 4 കുതിരയോളം ഞാൻ അവിടെ കണ്ടു, കുതിരസവാരിക്കൊക്കെ പറ്റിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പട്ടിയൊക്കെ കിടന്നുറങ്ങുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പട്ടികൾ കിടപ്പുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒരു റേസിന് വേണ്ടി ക്രിസ്റ്റോയും റോസൂടെ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ അവരെയും പ്രോത്സാഹിപ്പിച്ച് റെഡി 1 2 3 പറഞ്ഞ് ഇവരെയും ഓടിച്ച് നമ്മളെന്നാൽ തിരിച്ചു പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ മെല്ലെ അവിടുന്ന് തിരിച്ചു. ഈ കാണുന്നതാണ് നമ്മളുടെ ഈ ബസന്ത് നഗർ ബീച്ചിൻ്റെ ഈ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസ് എന്നല്ല, നമ്മൾ ഈ ക്യാബ് വന്നിറങ്ങണ മെയിൻ ഏരിയ അല്ലെങ്കിൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആകെപ്പാടെ ഒറ്റ കാപ്പിക്കട മാത്രമേ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ കരുപ്പട്ടി കോഫി ഷോപ്പ്. ഇവിടുന്ന് നമ്മൾ പിന്നെ കാപ്പിയും ഒരു ചായയും കുടിച്ചു. അല്ലാണ്ട് വേറെ ഒരു ഷോപ്പും തുറന്നിട്ടില്ലായിരുന്നു. എനിക്കൊന്ന് ഇത്രയും രാവിലെ ആയതുകൊണ്ടായിരിക്കും. അപ്പം തന്നെ സമയം ഏകദേശം ഒരു 7:30 ആയായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് ക്യാബിന് വന്നതുകൊണ്ട് എന്നാൽ തിരിച്ച് നമുക്ക് നടന്ന് പോവാം, കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ബസ്സിന് തന്നെ പോയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് പിന്നെ നടന്ന് നിയർ ബൈ ബസ് സ്റ്റാൻഡിൽ പോയി. അപ്പോൾ ആ പോണ വഴിക്കുള്ള വിഷ്വൽസ് ഇത് നല്ല രസമാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്നതാണേലും ചുറ്റും മരങ്ങളും ആ തണലും കാര്യങ്ങളും എല്ലാം അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ബസ് ഞങ്ങൾക്ക് എന്തോ ദൈവഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് തന്നെ ബസ് കിട്ടി. നമ്മൾ ആദ്യം ഇവിടുന്ന് അടയാറിലോട്ടാണ് പോയത്. നമ്മൾ ഇവിടുത്തെ ചെന്നൈ ബസ്സിൽ ചില ബസ്സുകളിൽ മാത്രം, എല്ലാ ബസ്സും അല്ല, പക്ഷേ ചില ബസ്സിൽ നമ്മൾ വിമണിന് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേനും ഫ്രീയാണ്, നമ്മൾ ഒറ്റ പൈസ പോലും കൊടുക്കേണ്ട. ജെൻസിനാണെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇപ്പം നോർമൽ ടിക്കറ്റ് 10 ആണെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ ബസ്സിൽ ജെൻസിനാണെങ്കിലും ടിക്കറ്റ് എടുക്കുമ്പോൾ 6 രൂപ അല്ലെങ്കിൽ 5 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും ടിക്കറ്റിൻ്റെ റേറ്റ് വരിക. അപ്പം നമ്മൾ ആദ്യം ബസ് കയറി അടയാറിലിറങ്ങി, പിന്നെ നമ്മൾ അടുത്ത ബസ് പോരൂർ സൈഡിലോട്ട് പിടിച്ചു. അപ്പോൾ ഈ പോണ വഴിക്ക് ഈ കാണുന്നത് ഗാന്ധി മണ്ഡപം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതിനകത്തും ഇങ്ങനെ കുറേ മ്യൂസിയം കാര്യങ്ങൾ, ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പാർക്ക്, അങ്ങനത്തെ ഒരു പ്ലേസായത്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വിഷ്വൽസാണിത്. നമ്മൾ അധികം തിരക്കൊന്നുമില്ലായിരുന്നു തിരിച്ച് വന്നപ്പോൾ. നമ്മൾ അങ്ങോട്ട് പോയ തിരക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വരാൻ പറ്റിയെന്ന് തോന്നി. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇവിടെ കുറേ അവിടെ ഇവിടെയൊക്കെ മീൻ വിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി. അത് ഞങ്ങൾക്ക് പുതിയൊരറിവായിരുന്നു. പിന്നെ ആ പതിവിലും വിപരീതമായി നമ്മൾ കുറേ ഇന്ന് നടന്നു, കുറേ അധ്വാനിച്ചത് കൊണ്ട് വിശന്ന് വല്ലാണ്ടാണ് ഞങ്ങൾ 3 പേരും കയറി വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഡയറക്റ്റ് രാവിലെ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പുട്ടെന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണല്ലോ. അത് മാത്രമല്ല ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം എൻ്റെ വേറെ റൂംമേറ്റ് അശ്വതി കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന് പുട്ട് റെഡിയാക്കി രാവിലെ പുട്ടും കടലക്കറിയും കൂട്ടി ഞങ്ങളൊരു വിഭവസമൃദ്ധമായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ ഈ വീഡിയോ. ആൻഡ് ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് താങ്ക് യു അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ദാറ്റ് റിയലി മീൻസ് അ ലോട്ട്. കാരണം നിങ്ങൾ ഇത്രയും ക്ഷമയോടുകൂടി വീഡിയോ കണ്ടിട്ടുണ്ട്. ആൻഡ് എനിക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ അത്ര വലിയ പ്രോയൊന്നും അല്ല, പക്ഷേ ഞാൻ ആവും. ഇങ്ങനെയാണല്ലോ നമ്മൾ കൊച്ചു സ്റ്റെപ്സ് എടുത്ത് പഠിക്കണം ഈ വീഡിയോ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സജഷൻസ് ഉണ്ട്, ഇപ്പം മനസ്സിലായിക്കാണ് ഞാൻ ചെന്നൈയിലാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വേറെ പോകാൻ പറ്റുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ വീഡിയോ ഇടാമോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്നാൽ കഴിയണ ഇതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. ഞാൻ എപ്പോഴും ഇതിന് മുന്നേ ആണെങ്കിലും ഞാനിങ്ങനെ ഓക്കെ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ എടുത്ത് തുടങ്ങും, ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ മറന്നു, അയ്യോ വീഡിയോ എടുക്കണമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആ കണ്ടിന്യൂറ്റി പോയി. അപ്പോൾ ഇനി അടുത്ത ദിവസം ആവട്ടെ, വേറൊരു ദിവസം ആവട്ടെ, അങ്ങനെ പറഞ്ഞാണ് ഞാനിങ്ങനെ ഇത്രയും ഇത് നീട്ടിയത്. പക്ഷേ ഫൈനലി ഞാൻ എടുത്തു, ഞാൻ കംപ്ലീറ്റ് ചെയ്തു. യെസ്, ഇത് പ്ലാനിലില്ലായിരുന്നു, പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി പോയതൊന്നും അല്ല. ഇന്നലെ ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് പള്ളിയിൽ പോവാം, അപ്പോൾ എന്നാൽ ബീച്ചിൽ രാവിലെ പോയിട്ട് അങ്ങനെ പള്ളിയിൽ പോയാലോ
എന്നുള്ളൊരു ഡിസ്കഷൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ എന്തായാലും വെറുതെ ബീച്ചിലൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് തോട്ടിൽ നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ലൈറ്റിങ്ങും കാര്യങ്ങളും പിന്നെ സൗണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പോരായ്മകളുണ്ട്, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതിന് താങ്ക് യു. പിന്നെന്താ, ഞാനിങ്ങനെ കുറേ വർത്തമാനം പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇനിയും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, കമൻസിൽ പറയുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വേറൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.